പൊട്ടിയ കുപ്പായം മുടുത്തു മണ്ണണക്കാലത്തെ മെടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ കുടുക്ക് പൊട്ടിയ കുപ്പായം മുടുത്തു മണ്ണണക്കാലത്തെ മെടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ On the floor baby, hit it hard baby, rock the party baby, പറ്റൂലെങ്കിൽ പോടി. On the floor baby, hit it hard baby, rock the party baby, പറ്റൂലെങ്കിൽ പോടി. അങ്ങനെ ഷിൻജാനാണെങ്കിൽ നമ്മുടെ അച്ഛന്റെ അമ്മയുടെ വീട്ടിലോട്ട് പോയി. ഓഹീനയ്ക്കും പോണ ഒരു ദിവസം അച്ഛന്റെ അമ്മയുടെ അടുത്ത്. ഫ്രാങ്കിൽ ഒറ്റയ്ക്ക് ആവണ കാര്യം നമുക്ക് പോവാൻ പറ്റിയില്ല. എന്റെ പൊന്നു പിഞ്ചാന്റെ ഭാഗ്യം കേട്ടാ, സ്കൂളിൽ പോണ്ട. പക്ഷെ എനിക്കൊന്ന് സ്കൂളിൽ പോണം. ഫ്രാങ്ക്ലിൻ ബായ് ഇപ്പൊ എന്നെ സ്കൂളിലോട്ട് കൊണ്ടുപോകും. അയ്യോ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പൊ എല്ലാവർക്കും ഡ്യൂഡ് സ്റ്റാർ ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാല്, നമ്മുടെ പിഞ്ചാനാണെങ്കിൽ നമ്മുടെ പിഞ്ചാന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തോട്ട് പോയായിരുന്നു. ഇതിപ്പോ ഷിൻജാൻ മാത്രമല്ല, അവനിപ്പോ രാവിലെ തന്നെ സ്കൂളിലോട്ട് കൊണ്ടാക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം. എന്തായാലും നമുക്കൊരു ഡീലർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും പുതിയ കാറുകളും കാര്യങ്ങളൊക്കെ എന്തായാലും എടുക്കാൻ കൊണ്ടുവരണം. എടാ ഷിൻജാനെ, നീ എവിടെ ഉണ്ട്? ആ ഓക്കെ 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 ഓക്കെ. എടാ ഞാനൊന്ന് കുളിച്ചേച്ച് തരാം. നീ എന്തായാലും അവിടെ റെഡി ആവും, സ്കൂളിൽ പോണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും റൗണ്ട് കുളി അങ്ങനെ കുളിക്കാം. ഓക്കെ. ഓ എന്തൊരു തണവാണ് ഗൈസ്, നല്ല തണവ് ഉണ്ടിട്ടാ വെള്ളത്തിന്. എടാ ഇതെന്തോ ഡോറ്, ഇതെന്തോ ഡോറ് ഇങ്ങനത്തെ ഡോറ് ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഈ ഡോറ് മറ്റേ ഡോറല്ല, സംസാരിക്കുന്ന ഡോറ്. നമുക്ക് മുമ്പ് ഇവിടെ ആ ഡോറ് ഇവിടെ വന്നിട്ടുണ്ട് 2 വട്ടം. എടാ ഇത് ആ സംസാരിക്കുന്ന ഡോർ തന്നെയാണാ? ഞാൻ പോയി നോക്കട്ടെ എന്തായാലും. ഹലോ ഡോറെ, ഹലോ ഡോറെ, കേക്കാവോ? എടാ മിണ്ടുന്നില്ലല്ലോ. ഡോറെ ഹലോ ഹലോ. എടാ നമുക്ക് എന്തായാലും ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം. ഡോറിന്റെ അപ്പുറത്ത് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും. ഓക്കെ. പക്ഷെ ഷിൻജാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നമുക്കിത് പൊട്ടിക്കാൻ പറ്റത്തില്ല. കാരണം അവൻ ഇങ്ങനത്തെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇച്ചിരി പ്രശ്നമാകും. നമുക്കൊരു കാര്യം ചെയ്യാം, അവനെ സ്കൂളിലോട്ട് പറഞ്ഞയച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിൽ ആകെ ഇപ്പൊ ഈ കാർബൺ റൈഫിൽ മാത്രമല്ല, കുറച്ച് മറ്റേ മിസൈൽ അങ്ങനത്തെ തോക്കുകളൊക്കെ മേടിച്ചിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് അങ്ങോട്ട് പൊട്ടിച്ച് ഒരു വിധമാക്കാം നമുക്ക്. ഓക്കെ. അപ്പൊ എന്തായാലും തുറന്ന് ഇതിന്റെ ഉള്ളിൽ ഒന്നല്ലെങ്കിൽ സ്വർണം അല്ലെങ്കിൽ വല്ല സൂപ്പർ കാർ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ എന്തായാലും പെട്ടെന്ന് ഷിൻജാനെ സ്കൂളിൽ കൊണ്ടാകട്ടെ. എടാ ഷിൻജാനെ, നീ റെഡി ആയാ? ആ ഓക്കെ ഓക്കെ. ദേ വരുന്നത്. ഓ ഇവിടെ മൊത്തം തിരക്കാണല്ലോ എന്റെ പൊന്നോ. അപ്പോ നമുക്ക് എന്തായാലും അവനെ പെട്ടെന്ന് സ്കൂളിലോട്ട് കൊണ്ടാക്കി തരാം. അതാവുമ്പോ നമുക്ക് സുഖമായി, അവൻ കാണാണ്ട് ചെയ്യാം. അല്ലെങ്കിൽ അവന് നമ്മുടെ കൂടെ പിന്നാലെ വരും. ഓയ്യോ ഒന്നും പറയണ്ട, മൊത്തത്തിൽ അങ്ങോട്ട് പ്രശ്നമാവും നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ. ഭയങ്കര വാശിയുള്ളവനാണ് നമ്മുടെ ഈ ഷിൻജാൻ. നമുക്ക് എന്തായാലും ബൈക്കിൽ പോവാ. ഓക്കെ. ഷിൻജാൻ എവിടെ? ഷിൻജാനിക്ക് അതൊരു മേലിൽ ഇടുന്നുണ്ട്. എടാ ഷിൻജാനെ, എടാ വണ്ടി കയറി. എടാ ഷിൻജാനെ, അപ്പൊ പോവാ നമുക്ക്. ആ ഓക്കെ ഓക്കെ ഓക്കെ. എടാ നിനക്ക് ഇന്ന് വിഷമണ്ടാ പിഞ്ചാനില്ലാണ്ട് സ്കൂളിൽ പോണേന്? അവന് പനിയല്ലേ, അതുകൊണ്ടല്ലേ അവന് അച്ഛന്റെ അമ്മേടെ അടുത്തോട്ട് പോയത്. ആ സത്യം, അവനാണെങ്കിൽ മുട്ടാൻ പനിയാട്ടോ. അതാണ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞത്. കാരണം നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാല് ഷിൻചാനും പനി പിടിക്കും, എനിക്കും പനി പിടിക്കും, ഫ്രാങ്ക്ലിനും. അപ്പൊ അത് കാരണം നമ്മളെന്ത് ചെയ്ത് അവനെ സ്കൂളിലോട്ട് പറഞ്ഞത്. അപ്പൊ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് വിചാരിക്കുന്നത്. നമ്പർ പ്ലേറ്റ് ഫസീല എന്നാണ് നമ്മൾ ഇട്ടേക്കണത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെല്ലാ വീഡിയോ നമ്മൾ പറയാറുണ്ട്, നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങളുടെ പേരും നമ്മൾ എന്ത് ചെയ്യും, വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കൊടുക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫസീല എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി കമന്റ് ഇട്ടായിരുന്നു, ഷിൻജാനെ കൊണ്ട് സ്പേസിലൊക്കെ പോകുമെന്ന് വെച്ച് നമ്മുടെ അടുത്ത് കമന്റ് ഇട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്തായാലും ഒരു സ്പേസ് ഷിപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് നമ്മൾ ഷിൻജാനും ഫ്രാങ്ക്ലിനും പിഞ്ചാനൊക്കെ കൂടിയിട്ട് ഒരു ദിവസം എന്തായാലും സ്പേസിലോട്ട് പോകണമായിരിക്കും. ഓക്കെ. അപ്പൊ എന്തായാലും വീഡിയോ എല്ലാവരും ഇപ്പോൾ തന്നെ ഇവിടെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ പേര് നമ്മൾ അടുത്ത വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ നമ്മൾ കൊടുക്കേണ്ടതായിരിക്കും. ഓക്കെ. അപ്പൊ എല്ലാവരും ഇപ്പോൾ തന്നെ ഇവിടെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ഷിൻജാനെ സ്കൂളിലോട്ട് കൊണ്ടാക്കാം. വേറെ സ്കൂളിലോട്ട് കൊണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് അത് ആ ഡോർ അങ്ങോട്ട് അടിച്ച് പൊട്ടിച്ചിട്ട് നമുക്ക് തുറന്നു നോക്കിയാൽ പിന്നെ ഒരു കുഴപ്പമില്ല. ഷിൻജാൻ ഉണ്ടെങ്കിൽ ഒന്നും നടക്കത്തില്ല, മനസ്സിലായി. ഭയങ്കര വാശിയും ബേളൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഷിൻജാന്. അങ്ങനെ നമ്മൾ ഇതേ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ. എടാ ഇന്ന് ക്ലാസ് ഇല്ലടാ, ആരെയും കാണുന്നില്ലല്ലോ. എടാ നമ്മൾ നേരെ വൈകുന്നോണ്ടിട്ടാ. ഷിൻജാനെ നേരം വൈകിട്ടാ. വേഗം ക്ലാസ്സിൽ കയറി, സ്കൂളിൽ കയറി. എടാ ഞാനപ്പോ പോയിട്ട് വരാവേ, നീ അപ്പൊ പഠിക്കണം കേട്ടാ. അപ്പൊ ഞാൻ എന്തായാലും പോയിട്ട് വരാം ഷിൻജാനെ. 3:30 ആകുമ്പോ ഞാൻ നിന്നെ വിളിക്കാൻ വരാം.
ഫ്രാങ്ക്ലിൻ ബൈ ടാറ്റ ടാറ്റ. ആ ഓക്കെ ബൈ ബൈ ബൈ. അപ്പൊ നമുക്ക് എന്തായാലും നേരെ ഒരു ഗൺ ഷോപ്പിലോട്ട് പോയിട്ട് വേണം നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. ബുള്ളറ്റും കാര്യങ്ങളൊക്കെ മേടിക്കണ്ട നമുക്ക് ഗണ്ണിന്റെ. അപ്പൊ എന്തായാലും നേരെ ഒരു ഗൺ ഷോപ്പിലോട്ട് പോവാം നമുക്ക്. എന്തായാലും ഒരു ഗൺ ഷോപ്പ് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഗൺ ഷോപ്പ് ഉണ്ട്, നമ്മുടെ ഫ്രണ്ടിന്റെ ഗൺ ഷോപ്പ്. അപ്പൊ എന്തായാലും അവിടെ നിന്ന് നമുക്ക് സാധനം മേടിക്കാം എന്തായാലും. അപ്പൊ ഇന്നലെ കണ്ടന്റും കാര്യങ്ങളൊന്നും ഇട്ടിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് മുട്ടൻ പനിയാണ്, ഭയങ്കര വയ്യായിരുന്നു. അപ്പൊ അത് കാരണമാണ് നമ്മൾ കണ്ടന്റും കാര്യങ്ങളൊക്കെ ഇടാഞ്ഞത്. അപ്പൊ എന്തായാലും ഈ കണ്ടന്റ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വരുന്ന ഒരു കണ്ടന്റ് എന്തായാലും കിടിലൻ കണ്ടന്റ് ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞാൻ പനി പിടിച്ചിട്ടാണ് വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പൊ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക കേട്ടാ. ഓക്കെ, നമുക്ക് എന്തായാലും ഗണ്ണൊക്കെ മേടിക്കാൻ പോവാ നമുക്ക് നേരെ. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. നമ്മള് ഗണ്ണൊക്കെ മേടിക്കുന്ന സ്ഥലത്ത് അമ്മൂനേഷനിൽ എത്താറായിട്ടുണ്ട്. എടാ അമ്മൂനേഷൻ തുറന്ന് കാണാവോ എന്തോ, സാധാരണ ഈ സമയത്ത് തുറക്കാറില്ല. ഓക്കേ എവിടെയാണ് എത്ര നാളെ കണ്ടിട്ട്? എടാ എനിക്ക് നല്ലൊരു മിസൈലും എല്ലാ ടൈപ്പ് ഓഫ് പവറുള്ള ഗണ്ണും വേണം. നിനക്ക് ഞാൻ ഒരു മിസൈലും തരാം, ഒരു മിസൈൽ ഗണ്ണും തരാം, കുറച്ച് വെറൈറ്റി ഗണ്ണുകളും തരാം. ആ ഓക്കെ ഓക്കെ ഓക്കെ, സാധനം എടാ. അപ്പൊ എത്ര രൂപയാടാ ഗണ്ണിന് സാധനങ്ങളൊക്കെ? എടാ പൈസ ഒന്നും തരേണ്ട ആവശ്യമില്ലടാ. ഈ വീഡിയോ കാണാൻ എല്ലാവരും ഇവിടെ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, സെറ്റ് ഗൈസ്. അപ്പൊ എല്ലാവരും വീഡിയോ എപ്പോഴത്തെ ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പൊ ശരിടാ, പോയി തരാം. അപ്പൊ നമുക്ക് ഗണ്ണും കാര്യങ്ങളൊക്കെ ഫ്രീക്കാ തന്നിട്ടാ ഗൈസ്. നിങ്ങള് വീഡിയോ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി, നമുക്ക് ഫ്രീക്കാ തന്നത്. എന്റെ അളിയാ, ഏതൊക്കെ ഗണ്ണ തന്നത്? ഓ സെറ്റ് മിസൈൽ തന്നില്ലേ ഇവൻ? നമ്മള് മിസൈലാണല്ലോ പറഞ്ഞത് അവന്റെ അടുത്ത്. ആ ഉണ്ട് മിസൈലൊക്കെ ഉണ്ട്. സെറ്റ് മിഷയങ്ങളുടെ മിസൈൽ എല്ലാം ഉണ്ട്. സെറ്റ്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലോട്ട് പോയിട്ട് പൊളിച്ചു നോക്കാം അത് എന്താ സംഭവം എന്ന് അറിയണ്ട നമുക്ക്. എന്തായാലും ആ ഡോറിന്റെ ഉള്ളിൽ ഒന്നല്ലെങ്കിൽ ട്രഷർ, സ്വർണ്ണം, പൈസ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അടിപൊളി വണ്ടികളൊക്കെ ആയിരിക്കും കേട്ടോ. സാധാരണ ഇതിന് മുമ്പും നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ ഡോറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്നല്ലെങ്കിൽ ഒരു കുറെ അടിപൊളി സൂപ്പർ കാർസും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ഒക്കെ ആയിട്ട് തന്നെ ഡോറ് വരാറ്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ വീട്ടിലോട്ട് പോരതാണ് പൊളിച്ചു നോക്കാം എന്തുകൊണ്ട് അവിടെ ഉള്ളതെന്ന്. ഗൈസ്, അപ്പൊ ഓൾമോസ്റ്റ് നമ്മുടെ വീട്ടിലെത്താറായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടാ സംഭവം. അതിനുള്ളിൽ എന്താന്ന് അറിയാൻ വേണ്ടിട്ട്. എന്റെ മോനെ, നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ വെക്കാം. ഓക്കെ, ഓ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ സാധനം കേട്ടാ. നമുക്ക് എന്തായാലും ഫസ്റ്റ് ചെറിയ സാധനങ്ങളോടെ പൊട്ടിച്ചു നോക്കാം. സംഭവം എന്തെങ്കിലും ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് ചെറിയ സാധനങ്ങൾ അതേ പൊട്ടിച്ചു നോക്കാം കേട്ടാ. മോനെ ചോപ്പേ മാറി ഇന്നോ ഇങ്ങോട്ട് വരണ്ട കേട്ടാ. എന്റെ അളിയ, എടാ ഇല്ല അത് പൊട്ടുന്നില്ല. എന്റെ മോനെ, നമുക്ക് അതൊരു നെയ്ഡ് ഇട്ടോക്കാം. ഓക്കെ, കമോൺ. പൊട്ടിയില്ല. എടാ അപ്പുറത്തെ വീട്ടിലത്തെ ആൾക്കാരൊക്കെ അതേ പേടിച്ചോടുന്നു. എടാ ചോപ്പേ, നീ പോയി കൂട്ടി പോയിരുന്ന കേട്ടാ. ആ ഓക്കെ, അവൻ കൂട്ടി പോയിരിക്കുന്നുണ്ട്. അത് മനസ്സിലായി ഏട്ടാ സംഭവം. ഓക്കെ, 2 ബോംബ് ഇട്ടിട്ടുണ്ട്. പൊട്ടോ കമോൺ. ചേടാ ഗൈസ്, ഇത് എന്തായാലും പൊട്ടുന്നില്ല. നമുക്ക് സ്റ്റിക്കി ബോംബ് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് എന്തായാലും സ്റ്റിക്കി ബോംബ് എവിടെ? ഓക്കെ, സ്റ്റിക്കി ബോംബ്. ഓക്കെ, അയ്യോ സ്റ്റിക്കി ബോംബ്. സ്റ്റിക്കി ബോംബ് ഇട്ട് 1 2 ഓക്കെ 3 ഓക്കെ 4 ഓക്കെ 5 6 7 8 9 10 വെച്ചിട്ടുണ്ട്. ഇതിലെന്തായാലും പൊളിയും, എനിക്ക് ഉറപ്പാണ് ഇതിലെന്തായാലും പൊളിയെന്ന്. ഓക്കെ, ലെറ്റ്സ് ഗോ. 3 2 1. ഓ ഇതിൽ പൊളിഞ്ഞ്. എടാ പൊളിഞ്ഞില്ലടാ. ഇതെന്തോന്ന് ഡോറടാ, പൊളിഞ്ഞില്ല. നമുക്ക് എന്തായാലും ഗ്രാനൈഡ് ലേസർ ഇതുകൊണ്ട് വരോ? അയ്യോ ഇതുകൊണ്ട് വരത്തില്ലടാ. ഇതുകൊണ്ട് വരത്തില്ല. ബുള്ളറ്റ് പ്രൂഫ് ഇതുകൊണ്ട് വർക്ക് ആവത്തില്ല. നമുക്ക് എന്തായാലും മിസൈൽ കൊണ്ട് വിട്ടോക്കാം. ഓക്കെ, എടാ കത്തുന്നുണ്ട് സാധനം, കത്തുന്നുണ്ട് ഡോറ് കത്തുന്നുണ്ട്. ഓ സെറ്റ്. മിഷയെ കണ്ടോണ്ട് വെടി വെച്ചോണ്ടാ. ഇല്ല ബുള്ളറ്റ് പ്രൂഫ് ആണ്. ഓക്കെ, നമുക്ക് ഇതുകൊണ്ട് വെടി വെച്ച് നോക്കാം. ഓക്കെ, കമോൺ. ഓക്കെ, എനിക്ക് തോന്നുന്നു പൊട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ കമോൺ, ലെറ്റ്സ് ഗോ. ഓക്കെ, പൊട്ടിയിട്ടുണ്ട്. നമ്മളെ എവിടേക്ക് പോകണ്ട. എടാ നമ്മളെന്തോ ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിത് ഏതോ ഒരു സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഈ സ്ഥലം മനസ്സിലായി നമുക്ക്. മുമ്പ് കുറെ അടിപൊളി വണ്ടികളൊക്കെ നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടിയേക്കണത് ഗൈസ്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞാൻ അവസാനം കാർഡ് കൊടുത്തേക്കാം. നിങ്ങൾ എന്തെങ്കിലും അവസാനം കാർഡൊക്കെ, അതൊരു കിടിലൻ വീഡിയോ ആണ്. ഇപ്രാവശ്യം ഏതിനായിരിക്കും വണ്ടി? ഓ ഗൈസ്, എന്റെ അളിയോ ഇവിടെ നോക്കിയേ, ഒരു ലോഡ് പൈസ. എന്റെ അളിയാ, എടാ ഈ കാറ് നിങ്ങക്ക് മനസ്സിലായ? കാർസ് സിനിമത്തെ കാറ്. എന്റെ
മോനെ കാർസ് സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിലത്തെ കാറല്ലേ ഇത്? ഓ നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ഒക്കെ കൊണ്ടുവരാറ് കേട്ടാ. അപ്പൊ അതുമാതിരി കുറെ ഗണ്ണ്, സ്വർണം, ഡയമണ്ട്സ്, നിലത്ത് കിടക്കണൊക്കെ കുറെ സ്വർണ്ണങ്ങളൊക്കെ. എന്റെ മോനെ കുറെ ഗൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മീശേ ഗൺസും റോക്കറ്റ് ലോഞ്ചറും എല്ലാ സാധനങ്ങളും ഉണ്ട് മോനെ. അപ്പുറത്തൊക്കെ ഏതൊരു വണ്ടി ഉണ്ട് കേട്ടാ. ഓ ഗൈസ് അപ്പൊ എനിക്ക് മനസ്സിലായി കേട്ടാ, ഇത് ഫുള്ള് കാർസ്. ഓ എടാ ഈ വണ്ടി മറ്റേത് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നത് ആളിയ നമ്മളെ മെക്യൂന. ഇത് മറ്റേ ജീപ്പ് ഉണ്ട്, അതുമാതിരി തന്നെ നമ്മളെ മെക്യൂനുണ്ട്. നമുക്ക് ഈ മെക്യൂന് ഇവിടെ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയത് നമുക്ക് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? മെക്യൂൻ കിട്ടിയത് അത് ഇവിടെ നിന്നായിരുന്നു. അപ്പൊ മെക്യൂനും ഉണ്ട്, അതിന്റെ ഒറിജിനൽ വേർഷനും ഉണ്ട്. പിന്നെ അതുമാതിരി തന്നെ മെക്യൂന്റെ കൂടെ റേസ് ചെയ്ത ഈ വണ്ടിയും ഉണ്ട്. എന്റെ ആളിയ അപ്പൊ 1 2 3 4 5 കാർസ് സിനിമ എത്താട്ടാ. പിന്നെ ഇതൊക്കെ നമുക്ക് മുമ്പും ഈ ബങ്കറിലോട്ട് വന്നപ്പോ നമുക്ക് കിട്ടിയായിരുന്നു. ആ ഡോർ മാജിക് ഡോർ തുറന്നു വന്നപ്പോൾ ഈ വണ്ടികളൊക്കെ പണ്ട് തൊട്ടേ ഇവിടെ ഉണ്ടായിരുന്നതായിരുന്നു. അപ്പൊ നമ്മൾ കുറെ വണ്ടികളൊന്നും എടുക്കാണ്ട് പോയായിരുന്നു. അപ്പൊ ഈ വണ്ടി നമ്മൾ എടുത്തിട്ടില്ല കേട്ടാ. അടി ഇവിടെ എന്തുവാടാ ഗൈസ്, ഇവിടെ നമ്മളെ മറ്റു ലേസറും കാര്യങ്ങളൊക്കെ. ഓ എടാ ഇനി നമുക്ക് പുറത്തു പോയി സാധനങ്ങളൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടാ. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടെങ്കിൽ എന്തെങ്കിലും മേടിക്കാം നമുക്ക്. അയ്യോ അറിയാണ്ട് ഒരു ബുള്ളറ്റ് ഒരു തോക്കുകൊണ്ട് ഞാൻ വെടിവെച്ചു പോയി, ഗ്രനേഡ്. അളിയ ഇപ്പൊ തന്നെ ചത്ത് പോയാനെ. ഇവിടെ കുറെ ഗണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുമാതിരി തന്നെ ഓ ഗൈസ് നമുക്ക് എന്തായാലും ഈ മെക്യൂൻ, അതായത് കാർസ് സിനിമയത്തെ എല്ലാ വണ്ടിയും നമുക്ക് പുറത്തോട്ട് എടുത്ത് കൊണ്ടുപോകാം. എന്നിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇത് നല്ല വണ്ടികൾ ഫ്രാങ്ക്ലിന്റെ പുതിയ ഗ്യാരേജ് ഇല്ലേ, പുതിയ ഗ്യാരേജിലോട്ട് കൊണ്ടുവരാം. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും തിരിച്ചു പോവാട്ടാ. ഈ സാധനം എന്തായാലും അങ്ങോട്ട് കൊണ്ടുവരാം. നമുക്ക് സാൻഡി എയർഫീൽഡിലോട്ട് കൊണ്ടുവരാം. നമുക്ക് അവിടെ സാൻഡി എയർപോർട്ട് ഇല്ലേ, അവിടെ നമുക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ എല്ലാ വണ്ടികളും എടുത്തിട്ട് നമ്മൾ നേരെ സാൻഡി എയർപോർട്ടിലോട്ട് കൊണ്ടുവന്നിരുന്നു കേട്ടാ. അപ്പൊ നമുക്ക് എന്തായാലും ആദ്യം ഈ വണ്ടി ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഈ വണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ ഇച്ചിരി വിഷയമാണെന്ന് തോന്നുന്നുണ്ട്. കുഞ്ഞു വണ്ടിയാണേലും ഇത്തിരി സ്പീഡുള്ള വണ്ടിയാണിത്. മറ്റേ സിനിമയിൽ കണ്ടിട്ടില്ലേ, ഭയങ്കര സ്പീഡാണ് ഈ വണ്ടിക്ക്. എന്റെ ആളിയ നമ്മളെ മെക്കീനൊക്കെ വെട്ടിച്ച വണ്ടിയായിരുന്നത്. ഇത് ഓടിച്ചു ഓട്ടേട്ടാ. നോർമലി കുഴപ്പമില്ലാടാ, സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോർമലി ഓടിക്കുമ്പോ കുഴപ്പമില്ല. നമുക്ക് ഈ നൈട്രോ നോക്കാം. ഓ ഗൈസ് നൈട്രോക്കെ ആണ് ഇതിൽ പവർ. എന്റെ മോനെ ഗൈസ് നിങ്ങൾ ഫസ്റ്റ് തന്നെ എടാ ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ല. ഓ എന്റെ അളിയ ഗൈസ് നൈട്രോ ഇടുമ്പോ നിങ്ങൾ സാധനം കണ്ടായിരുന്ന ഒരു സ്ക്രീനിന്റെ കളറ് മാറണത്. എന്റെ അളിയ ഇത് മറ്റേ *2 ആണ് കേട്ടോ അതിന്റെ നൈട്രോ. എന്റെ അളിയ ഗൈസ് അപ്പൊ ഈ വണ്ടിക്ക് നൈട്രോ ആണ് ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും ഈ വണ്ടി വെച്ചിട്ട് ഒരു അടിപൊളി റോബറിയും കാര്യങ്ങളൊക്കെ ചെയ്യണം. എടാ ദേ ഒരു പ്ലെയിൻ ഉണ്ടോ, നമ്മുടെ വണ്ടിയും ഇടിച്ചിടുക പ്ലെയിന്. എന്റെ മോനെ നമ്മുടെ വണ്ടി അവിടെ ഉള്ളതാണ്. എന്റെ ആളിയ എടാ നമ്മുടെ വണ്ടിയല്ല അവിടെ ഉള്ളത്. എടാ ഈ പ്ലെയിൻ നമ്മളെ വണ്ടിയെ മേടിച്ചിടും തോന്നുന്നുണ്ട്. എന്റെ മോനെ ചേട്ടാ വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്, വണ്ടി നിർത്ത് ചേട്ടാ, വണ്ടി നിർത്ത് ചേട്ടാ. ഹലോ ചേട്ടാ വണ്ടി നിർത്തി ചേട്ടാ. നമുക്ക് ഏതായാലും ലെഫ്റ്റിലോട്ട് ഇടിച്ചു കൊടുക്കാട്ടാ. ചേട്ടാ വണ്ടി നിർത്താൻ ഞാൻ മലയാളത്തിലല്ല പറഞ്ഞത് ചേട്ടാ. എടാ അവന്റെ വണ്ടിന്ന് ഇറങ്ങിട്ടാ അള്ളിയ. എടാ എനിക്കതിരിപ്പോ അവൻ നമ്മളെ വന്ന് ഇടിക്കാവോ നോക്കുന്നുണ്ട് കേട്ടാ. അവൻ വരുന്നുണ്ട്. എന്താണ് പ്രശ്നം ചേട്ടാ, എന്താണ് പ്രശ്നം? ഓടിക്കോ എന്നെ വെറുതെ കൊലപാതകയാക്കരുത്. നമ്മള് നിർത്താൻ പറഞ്ഞതാണ്, നമ്മളെ വണ്ടിയിലുള്ളതാണ് അല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും ഓ കൈസ് കണ്ട കളർ കണ്ട. എന്റെ മോനെ എടാ പിടിച്ചത് ബ്രേക്ക് കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഗ്യാരേജിലോട്ട് ഈ വണ്ടി എന്തായാലും ആക്കാം. ഓക്കെ ഇനിയിപ്പോ അടുത്ത വണ്ടി എടുക്കാൻ പോണത് ഇനി മറ്റേ ഈ അംബാസഡർ എടുക്കാം നമുക്ക്. ഈ അംബാസഡർ എനിക്ക് തോന്നുന്നത് ലുക്കിൽ മാത്രല്ല വിഷയാന്ന് തോന്നുന്നുണ്ട്. ലുക്ക് കണ്ടിട്ട് പറയണ്ട. ഓക്കെ എടാ അംബാസഡർ കൊള്ളൂലടാ, പതിയാണ് പോണത് കണ്ട. നൈട്രോ ഇടുമ്പോഴും വലിയ സംഭവം ഇല്ല. അയ്യേ കൊള്ളത്തില്ല. അപ്പൊ എന്തായാലും ഈ വണ്ടി നമുക്ക് വേണ്ട. എന്തൊരു വയസ്സായ മാതിരി ഉണ്ടല്ലേ കണ്ടിട്ട് വണ്ടി. ഈ വണ്ടി നമുക്ക് എന്തായാലും വേണ്ട. ഈ വണ്ടി നമുക്ക് അവിടെ തന്നെ കൊണ്ടിടാം. മോനെ 5 പൈസക്ക് കൊള്ളത്തില്ല ഈ വണ്ടി. എന്റെ ആളിയ നമുക്ക് എന്തായാലും അടുത്ത വണ്ടി എടുത്തു നോക്കാം. ഈ വണ്ടി നമുക്ക് എന്തായാലും ഈ സൈഡിലോട്ട് ഇടാം. അത് ബ്രേക്ക് പോലും ഇല്ലടാ, സ്പീഡും ഇല്ല ബ്രേക്കും ഇല്ല ഒന്നുമില്ല ഈ വണ്ടിക്ക് ആളിയ. അപ്പൊ നമുക്ക് എന്തായാലും നമുക്കിനി 3 വണ്ടികളുണ്ട്. മെക്യൂന്റെ കേസ് നിങ്ങൾക്ക് അറിയാലോ, മെക്യൂന് ഇച്ചിരി വിഷയമാണ്. ഇതാണ് ഏറ്റവും ടോപ്പസ്റ്റ് വണ്ടി. ഇത് നമ്മള് ഫസ്റ്റ് ടൈമേ നമ്മൾ കൊണ്ടിട്ടായിരുന്നു ആളിയ. ഇതൊക്കെ ഓ സെറ്റ് കണ്ട. ഈ വണ്ടിക്ക് ഭയങ്കര സ്പീഡും കാര്യങ്ങളാ. അതുമാതിരി വലിയ ബ്രേക്ക് ഇല്ലെങ്കിലും എന്നാലും അത്യാവശ്യം നല്ല ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ വണ്ടിയൊക്കെ വെച്ച് നല്ല കുറെ റോബറീസും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. നമ്മുടെ വെബ് സീരീസ് കാണുന്ന ആൾക്കാർക്ക് അറിയാം, നമ്മൾ റോബറിയും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. ഒരു അടിപൊളി വണ്ടിയാണ് ഈ പറയുന്ന ഈ മെക്യൂന്. അപ്പൊ നമുക്ക് എന്തായാലും ഈ മെക്യൂൻ എന്തായാലും നമ്മൾ ഓൾറെഡി നമ്മുടെ ഗ്യാരേജിലുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത 2 വണ്ടികൾ ഓടിച്ചു നോക്കാം. ഇതിലിപ്പോ നമ്മളിപ്പോ മെക്യൂൻ ഓക്കെ മെക്യൂൻ എന്തായാലും നമുക്ക് ഈ ഭാഗത്തോട്ടായിട്ട് ഇടാം. നമ്മൾ ആ വണ്ടിയുണ്ട് ഈ വണ്ടിയുണ്ട്. ഇനി അടുത്ത വണ്ടി ഓക്കെ നമ്മളെ മറ്റേ കാർസ് വണ്ടിയില് നമ്മുടെ മെക്യൂന്റെ കൂടെ റേസിൽ ഉണ്ടായ വണ്ടിയാണ്. ഈ വണ്ടിയാണ് സെക്കൻഡ് അടിച്ചത്. ഓക്കെ
ഓ ഗൈസ്, ഈ വണ്ടി നൈട്രോ പോലും വേണ്ട കേട്ടാ. എന്റെ മോനെ നോക്കിയേ, സ്പീഡ് നോക്കിയേ. ഇനി നൈട്രോ ഇടുമ്പോ ഇതിന് കാട്ടി അപ്പറ സ്പീഡ്. ആളിയ ബ്രേക്ക് പോലും കിട്ടുന്നില്ല കേട്ടാ മോനെ. വിഷയം കേട്ടാ, വിഷയം. ഈ വണ്ടിക്ക് കാണാൻ നൈട്രോ പോലും വേണ്ട. ഈ വണ്ടിക്ക് അത്രയ്ക്കും സ്പീഡ്. ഇനി തന്നെ മെക്കിനങ്ങാട്ടിന് സ്പീഡും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് ഉണ്ട്. പോണൊക്കെ എൻ്റെ ആളിയ പോണ സ്പീഡ് നോക്ക് നിങ്ങൾ. ഈ വണ്ടിക്ക് നൈട്രോ പോലും വേണ്ട കേട്ടാ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വണ്ടി എടുക്കാം. അപ്പോൾ ഈ വണ്ടി നമുക്ക് എന്തായാലും നമ്മുടെ ഗ്യാരേജിലോട്ട് ആഡാക്കാം. ഓക്കെ, നമ്മൾ അടുത്ത വണ്ടി ഈ വണ്ടിക്ക് ആദ്യം ഈ വണ്ടിക്ക് ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ഈ വണ്ടിക്ക് നമുക്ക് ആദ്യം ഈ പിടിച്ച് കൊണ്ടുപോവാ. എടാ എന്തോ പറയുന്നുണ്ട് റിവേഴ്സ് എടുക്കുമ്പോ മോനെ. എടാ ഈ കാർ നമുക്ക് മിഷീൻസ് ചെയ്യാൻ പറ്റൂട്ടാ. ടു അക്സെപ്റ്റ് ടോയിങ് ജോബ്സ്. എടാ വണ്ടികളൊക്കെ എടുക്കണ മിഷീൻസ് ചെയ്യാൻ പറ്റും മോനെ. എടാ നമുക്ക് എന്തായാലും ഈ വണ്ടി വെച്ചിട്ട് എടുത്തു നോക്കാം. ഓക്കെ മോനെ. ഓക്കെ, കൊളത്തി പൊക്കി. എടാ ഇത് വിഷയാണല്ല മോനെ. ഗൈസ് ഇത് നോക്കിയേ, നമുക്ക് സ്പീഡും കാര്യങ്ങളും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടാ. ആളിയ ഗൈസ് ഇത് നോക്കിയേ. എന്റെ പോലെ നമുക്കുണ്ടല്ല പോലീസുകാരുടെ ഒക്കെ വണ്ടികളൊക്കെ നമുക്ക് എടുത്തിങ്ങനെ കൊണ്ടുപോവാട്ടാ. നൈട്രോ ഇട്ടാലും പണി കൊടുക്കാൻ പറ്റും തോന്നുന്നുണ്ട്. ആളിയ ഈ വണ്ടിക്ക് നൈട്രോ ഉണ്ട് കേട്ടാ മോനെ. വലിച്ചെറിയാൻ പറ്റുമോ വണ്ടി? ഇല്ല 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 ഗൈസ്. അപ്പം എന്തായാലും ആ വണ്ടി നമ്മളെന്തായാലും അവിടെ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇത് സംഭവം വിഷയല്ലേ എൻ്റെ മോനെ. നൈട്രോ ഉണ്ട് ഗൈസ്. അപ്പം ഇത് വെച്ച് നമുക്ക് മിഷീൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടാ. നമുക്ക് ആദ്യം ഒരു മിഷീൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ എവിടെയോ ഒരു വണ്ടി ഉണ്ട് മറ്റേ ഇത് ചെയ്യാനായിട്ട് കൊണ്ടുവെക്കാനായിട്ട്. ഓക്കെ, ഇയാളാന്ന് തോന്നുന്നുണ്ട്. അപ്പം ഇയാളുടെ വണ്ടിയാണ് നമ്മൾ എടുത്ത് കൊണ്ടുപോകേണ്ടത് മോനെ. എടാ ഇത് വെച്ച് നമുക്ക് പൈസ ഉണ്ടാക്കാം കേട്ടാ. ആളിയ സെറ്റ് 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 സെറ്റ്. പോട്ടെ 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 പോട്ടെ. ഓക്കെ ഓക്കെ, സാധനം കൊളത്തി. പൊക്കട്ടെ 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 പൊക്കട്ടെ. സാധനം പൊക്കി. ഓക്കെ, ഇതിപ്പോ എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത് ചേട്ടാ? എങ്ങോട്ടാ കൊണ്ടുപോകേണ്ടത്? ഓക്കെ ഓക്കെ, കണ്ട് 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 കണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ മറ്റോടത്താണ് പോകേണ്ടത്. മെക്കാനിക് ഷോപ്പിലോട്ടാണ് പോകേണ്ടത്. മെക്കാനിക് ഷോപ്പ് വന്നിട്ട് മാപ്പിൽ കണ്ട നിങ്ങളൊരു മഞ്ഞ സ്ഥലം, അങ്ങോട്ടാണ് പോകേണ്ടത്. അങ്ങനെ നമ്മള് മെക്കാനിക് ഷോപ്പ് എത്താറായിട്ട് നേരെ ഒരു മെക്കാനിക് ഷോപ്പ് ഉണ്ട്. അപ്പൊ അവിടെ കൊണ്ടാക്കിയാൽ മതി. സെറ്റ് സെറ്റ്. അപ്പൊ ഇത് വെച്ച് നമുക്ക് ജോബും ചെയ്യാൻ പറ്റും കേട്ടാ. എന്റെ അളിയ അടി ഇവിടെ അതേ ഒരു മഞ്ഞ വിളിപ്പ് കണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ തോന്നുന്നുണ്ട്. ഓക്കെ, പ്രസ് എച്ച്. ഓക്കെ, $500 കിട്ടി. ആളിയ വിഷയം മോനെ. സെറ്റ് 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 സെറ്റ്. $500 നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ പനിയായ കാരണമാണ് ഗൈസ്. എനിക്കാണെങ്കിൽ പനിയൊക്കെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം നമ്മൾ ചെറിയ വീഡിയോയിൽ ഒതുക്കിയത്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നാളെ നമ്മളൊരു കീടിലം വീഡിയോ ആയിട്ട് നമ്മൾ എന്തായാലും വരും. നിങ്ങൾ എന്തെങ്കിലും നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളും സജസ്റ്റ് ചെയ്യുക. പനിയൊക്കെ മാറിയിട്ട് നമ്മൾ എന്തായാലും കീടിലം വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഇപ്പോഴത്തെ നല്ലൊരു വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ആക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഈ വീഡിയോ അടച്ച് അതിൻ്റെ പുതിയൊരു കിടക്കാച്ച വീഡിയോ കാണുമായിരിക്കും. ബൈ ഗൈസ്.